ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബാർലി സൂപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ കാണുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രുചികരമായ സൂപ്പാണിത്, ബാർലി സൂപ്പ്. ഇത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 1 കിലോ ബാർലി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടി ഉണ്ടാവും, നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അത് നിങ്ങൾക്കൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ, 250 ഗ്രാം ചോപ്പ് ചെയ്ത സവാള, 1 ടേബിൾ സ്പൂൺ ചോപ്പ്ഡ് ഗാർലിക്, ഇത്ര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു 4-5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 250 ഗ്രാം ക്യാരറ്റ് ക്യൂബ് ഇട്ട് കൊടുക്കണം. അതുകൂടാതെ 1 ടീസ്പൂണ് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും 4-5 മിനിറ്റ് സോട്ട് ചെയ്യണം. നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു 70 പേർക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് വെയിറ്റുള്ള സൂപ്പ് വേസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതും നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സായി സോട്ടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 8 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വാഷ് ചെയ്ത് വെച്ചാൽ ബാർലി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 2-3 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്യണം. ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകിൽ 2-3 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിത് മൂടി വെച്ചൊരു 30-40 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ ബാർലി വെന്തൊന്ന് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഏകദേശം ബാർലി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാർലി നന്നായിട്ട് വെന്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ബാർലി വെന്ത് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാർലി കിട്ടേണ്ടത്. ഇതുപോലെ ഇരിക്കണം, കണ്ടമാനം വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാർലി സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ബാർലി സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ നമ്മൾ പോർഷൻ ബൗളിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 സ്പൂൺ സോർ ക്രീമും കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് സെർവ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.